നമസ്കാരം. ഡെമോക്രസിയാണ്. എല്ലാവർക്കും സ്വാഗതം. ബി.ജെ.പി. നരേന്ദ്രമോദിയെ നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്ത ദിവസമാണ്. അദ്വാനിയോടും പാർട്ടിയോടുമുള്ള സ്നേഹം നിമിത്തം അനിയന്ത്രിതമായി മോദി കരയുമ്പോൾ ഇവിടെ ചാലക്കുടിയിൽ സാരഥി ഇന്നസെന്റ് ചിരിക്കുകയായിരുന്നു. മോദി മുതൽ പിണറായി വരെയുള്ളവരെക്കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പിണറായിയുടെ പരനാറി പ്രയോഗം ചാലക്കുടിയിൽ അലയൊലികൾ തീർത്തുവോ എന്ന ആലോചന തന്നെ ആകട്ടെ. ആദ്യം ചാലക്കുടിയിൽ എന്തെന്ന് കൊല്ലത്ത് പരനാറി കൊല്ലത്ത് പറഞ്ഞു അല്ല, ഇവിടെ നമ്മളിവിടെ ഒട്ടുമില്ല. നിങ്ങൾ ചോദിച്ചത് കറക്റ്റ്. പൊതുവെ ആളുകൾക്ക് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചോദിച്ചത്. പക്ഷെ ഇവിടെ ഒന്നും അതിനെ പറ്റിയിട്ടൊന്നും. ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറിയാണ് ശ്രീ പിണറായി വിജയൻ. മനസ്സിലായോ? അത് ശരിയായോ ശരിയായില്ല എന്ന് ഞാൻ ഇന്ന് തന്നെ പറയണം. അതായത് എന്നെ ഇതിൽ നിന്ന് ഞങ്ങൾ മാറ്റി നിർത്തി ഞാൻ പഴയ പോലെ ചെണ്ടി നോക്കാനുള്ള പരിപാടി. എത്ര എന്തെല്ലാം വഴികൾ. വേറെ ഒന്നും കണ്ടില്ല കേട്ടോ. സ്ഥാനാർത്ഥിയാക്കിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിലും ഇന്നച്ചിന് വേണ്ടി നാടുനീളെ പലരും പ്രാർത്ഥനയിലായിരുന്നു അത്രേ. ജയിച്ചു കഴിഞ്ഞപ്പോൾ ചാലക്കുടിയിലെ പള്ളികളിൽ നേർച്ചപ്പെട്ടികൾ നിറഞ്ഞു കവിയുകയാണെന്നും കേൾക്കുന്നു. ഞാൻ അങ്ങനെ നേർച്ചകളൊന്നും നേരുന്ന ആളല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നലെ ഒരു മെഴുതിരി എത്തിച്ച്. എനിക്ക് വേണ്ടി വേറെ ആരോ ഒരാൾ ഒരു വലിയ മെഴുതിരി എൻ്റെ തൂക്കത്തിൽ ഒരു മെഴുതിരി എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ ഈ ഇലക്ഷൻ സമയത്ത് അയാളുടെ മുഖത്ത് നല്ല വിഷമമുണ്ട്. കാരണം ജയിച്ചു കഴിഞ്ഞ് 10-13,000 രൂപ കൊണ്ട് വരും. ഒരു നേരം പോക്കിനോ അല്ലെങ്കിൽ ഒരു വാശിക്കോ പറഞ്ഞതാണ്. പുണ്യാള ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കപ്പേളനാണ്. അപ്പം ഇയാളെ ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വൈഫിനോട് പറയും, ഭക്ഷണത്തിന് കൂടുതലുണ്ടെന്നാണ് തോന്നണേ, ആൾ തടിക്കണു, കാരണം അവന് അത്രയും തൂക്കം കൂടുതലും എനിക്ക്. അപ്പൊ ആലീസ് പറയാനുണ്ട്, അങ്ങനെയൊന്നുമില്ല, ആള് ഇപ്പൊ ക്ഷീണിച്ചിരിക്കുക, എനിക്ക് തോന്നുന്നില്ലേ ചേച്ചി, ആൾക്ക് നല്ലത്. അയാൾ ആ പാവം ആ മെഴുതിരി അവിടെ വെച്ച് ഞാനത് കത്തിക്കുമ്പോഴും അയാളുടെ കണ്ണീന്ന് വെള്ളം വീണു. 13,000 രൂപയാണ് വെറുതെ കത്തി പോണത്. അപ്പൊ ഞാനിങ്ങനെ ഈ അസുഖം വന്നൊരു നേർച്ചയൊന്നും നേരാറില്ല. ഇത് എന്ന് വിചാരിച്ചിട്ട് ഭക്തി ഇല്ലാണ്ടല്ല, നമുക്ക് ഭക്തിയും അതൊക്കെ നമ്മുടെ മനസ്സിലാണ്. അപ്പോൾ ഒരു സഖാവിന് വേണ്ട ഉത്തമ ഗുണങ്ങൾ എല്ലാമായി. ഇനി ഇങ്ങനെ സ്വതന്ത്രനായി കഴിയണോ? പാർട്ടിയിൽ ചേർന്നൂടെ? മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് ഇപ്പൊ പെട്ടെന്ന് പറയാൻ പറ്റില്ല. അല്ല, പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതിന്റെ തീരുമാനങ്ങളൊക്കെ എനിക്ക് അതിനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞാൻ മര്യാദയ്ക്ക് ഞാൻ ചേരട്ടെ എന്ന് ചോദിച്ചതാണ് 10-50 കൊല്ലം മുമ്പ്. അല്ല, ചേരുമ്പോ തന്നെ എനിക്ക് സെക്രട്ടറി ആവണം. അപ്പൊ ഒരു പറഞ്ഞ് കേട്ടു, സെക്രട്ടറി എന്നല്ല വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അപ്പനുള്ള കാലത്താണ്. മനസ്സിലായോ? അതായത് എനിക്ക് എന്തെങ്കിലും ഒരു ആളാവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അന്ന് എന്നെ കണ്ണു തുറന്നത് RSP ആണ്. താൻ വരൂ, ഇനി ഞാനപ്പോൾ നിയോജക മണ്ഡലം സെക്രട്ടറി ആകൂ, പ്രോഗ്രസീവ് യൂത്ത് കൊണ്ട് ജില്ലാ പ്രസിഡന്റ് ആകും. അവരാണ് എന്നെ സഹായിച്ചത്. ഞാൻ വേറെ ആരും ചേർത്തിട്ടില്ലേ, പിന്നീട് ഞാൻ മാത്രം. അപ്പൊ ഇപ്പോ ഞാൻ ഈ കാര്യം പറഞ്ഞ് അന്ന് തരാത്ത ആളുകളെ എനിക്കിവരെ വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ ഇവരെന്നെ ഒന്ന് വിശ്വസിക്കട്ടെ, ഇയാളെ മര്യാദക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് തരുമ്പോ ഞാൻ മേടിക്കാം. സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് ഇനി മണ്ഡലത്തിൽ ഉദ്ഘാടനത്തിനും കല്യാണത്തിനും പാലുകാച്ചിനുമൊക്കെ തിക്കിത്തിരക്കി പോകേണ്ടി വരും. ആളുകൾ ഇപ്പോൾ തന്നെ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. ഓരോരുത്തർ വിളിക്കുന്നത്, ഇവിടെ ഒരു ഫുട്ബോൾ കളിയില്ല, അധികം ആളൊന്നുമില്ല, 10-25 പേരെ ഉണ്ടാവുള്ളൂ. കാണാനുള്ളവരെക്കാളും കൂടുതൽ കളിക്കാരുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കളികളുടെ ഉദ്ഘാടനം, വായനശാലയുടെ ഉദ്ഘാടനം, കുട്ടിയുടെ ചോറൂണ്, കല്യാണം, ഇത് ഇവിടെ ഒരാൾ മരിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അവിടെയുള്ള പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മുടെ, ഇവിടേക്കൊക്കെ വിളിക്കുകയാണ്. ഇതിനൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതിനേക്കാളും മുമ്പ് ഉണ്ടാക്കി വച്ചിട്ടുള്ള ചില കീഴ്വഴക്കങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ വരുന്ന സമയത്ത് പറയും MLA എപ്പോഴും മണ്ഡലത്തിലുണ്ട് കേട്ടോ, MP അതേപോലെ അവിടെ കല്യാണം ഉണ്ടായിരുന്നു, ആളുണ്ടായിരുന്നു, മറ്റേ ഇയാൾ മരിച്ചിരുന്നു, അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഇതൊന്നല്ല അവരുടെ ജോലി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും പറയുന്ന
ഒറ്റ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിളിക്കാതെ ഏതെങ്കിലും കല്യാണത്തിന് ഏതെങ്കിലും MLA അല്ലെങ്കിൽ MP എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇതിന് കല്യാണം കൂടാൻ വേണ്ടി നടക്കരുത്, ഞങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് ആവശ്യം ആ കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ ഈ MP ആയാലും MLA ആയാലും ആ മണ്ഡലത്തിൽ ഉണ്ടായി എന്നുള്ളത് 5 കൊല്ലം കഴിയുമ്പോഴും മനസ്സിലാവും. കണ്ണിൽ പൊടിയിടാതെ ജനപിന്തുണ വർദ്ധിപ്പിക്കുന്ന പരിപാടി വിജയിച്ചാൽ ഇന്നസെന്റിനും ചാലക്കുടിക്കാർക്കും കൊള്ളാം. ദില്ലിയിൽ ചെന്നാൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ സംസാരിക്കേണ്ടി വരും. ഇന്നച്ചൻ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നവർ ഇപ്പോഴും നാട്ടിലുണ്ട്. ഡൽഹി പോയാൽ എന്ത് പറയും, ചോദിക്കും എന്ന് പറഞ്ഞ ആളുകളില്ലേ, അവരോട് എൻ്റെ അടുത്ത് വരാൻ പറയാം. കുറച്ച് നേരം ഹിന്ദിയിൽ സംസാരിക്കാമല്ലോ. ഇനി അവർക്ക് വേണമെങ്കിൽ കന്നഡത്തിൽ സംസാരിക്കണം, കന്നഡത്തിൽ സംസാരിക്കാം, തമിഴിൽ സംസാരിക്കാം, തമിഴിൽ സംസാരിക്കാം. ഞാൻ 3 ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഡോളി, സജാക്കി രത്ന, മാല മാൽവി കിലി, ഇനിയും പറഞ്ഞിട്ടുണ്ട് ഞാൻ പടത്തിൻ്റെ പേര്. 3 4 സിനിമകളിൽ ഹിന്ദി ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടുന്ന് അവിടെ പോയാൽ എന്ത് പറയും, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നല്ല അങ്ങനെയുണ്ട്, ഭാഷ അറിയില്ലല്ലോ എന്ന് പറയും. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, അയാൾക്ക് ഒരു 10-12 ഭാഷ അറിയാം. അയാളെ MP ആക്കാൻ പറ്റുമോ? അയാൾ ഭയങ്കര മോശമാണ്, സംസാരം മുഴുവനും വിഡിത്തേ പറയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരാൾ, ഇപ്പം ഞാൻ കുറേ ഭാഷ പഠിച്ചാൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വിഡിത്തെ ഇവിടെ കൊണ്ട് അവസാനിക്കും. അതല്ല 2-3-4 ഭാഷയുണ്ടെങ്കിൽ അതിലും കൂടി പറഞ്ഞ് അവിടെയും മനസ്സിലാവും നമ്മൾ വിഡ്ഢിയാണ്. അപ്പോൾ ഭാഷ വലിയ പ്രശ്നം പിടിച്ച കാര്യമല്ല. ഭാഷയൊന്നും അല്ല പ്രധാനം, ബുദ്ധിയാണ് പ്രധാനം. അത്യാവശ്യം ഭാഷയൊക്കെ എനിക്കറിയാം. ഞാൻ ഒരുപിടി കാലം, എനിക്ക് തോന്നുന്നു ഞാൻ ഡൽഹിയിലേക്ക് ഒരു 3-4 വർഷം സ്ഥിരമായിട്ട് പോയിരുന്ന ആളാണ്, ഒരു ബിസിനസ് ഉണ്ടായിരുന്ന കാലത്ത്. അപ്പോൾ അവിടെയൊക്കെ ഹിന്ദിയിലാണ് നമ്മൾ സംസാരിച്ചത്. അത്യാവശ്യം എനിക്ക് ഉറുദു അറിയാം, അത്യാവശ്യം എനിക്ക് കന്നഡ അറിയാം. ഞാൻ ചെയ്യാത്ത ബിസിനസ്സുകളിൽ ഞാൻ ഇപ്പോഴല്ലേ ഇങ്ങനെ ഒരു ആളായത്. ഇതുവരെ നിങ്ങളൊക്കെ കാണുന്നതിനേക്കാളൊക്കെ മുമ്പ് വലിയ ഒരു കാർബോർഡ് പെട്ടി സ്കൂട്ടറിൻ്റെ പിന്നിൽ വെച്ച് ഈ രാജ്യം മുഴുവൻ ചുറ്റി നടന്നിരുന്ന ഒരാളാണ്. ഓരോ കടകളിൽ സാധനങ്ങൾ വേണോ എന്ന് ചോദിച്ച് കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. തീപ്പെട്ടി കമ്പനി മുതലാളി എന്ന് കേൾക്കുമ്പോൾ ചിലവരുടെ വിചാരത്തിൽ അങ്ങനെ മുതലാളി AC റൂമിലിരിക്കാന്ന്. അല്ലല്ല, ചെന്ന വഴിക്ക് ഡ്രസ്സ് മാറണം. ആ ഡ്രസ്സ് പിന്നെ കമ്പനി പൂട്ടിയിട്ട് നമുക്ക് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതുവരെ അതിനകത്തുള്ള പണികളും കൂടെ ഞാൻ ചെയ്താലാണ് ആ കമ്പനിയിൽ നിന്നുള്ള വരുമാനം നമുക്ക് ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ അന്നൊരു കൂലിക്കാരന് കിട്ടുന്ന പൈസ തന്നെ കിട്ടുള്ളൂ ഒരു തീപ്പെട്ടി കമ്പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മാതിരി അനുഭവങ്ങളുള്ള ഒരാളായ ഇന്നച്ചൻ പ്രതീക്ഷിച്ചിരുന്നോ ജയിക്കുമെന്ന്? എനിക്ക് എന്തുകൊണ്ടോ നല്ല ഉറപ്പ് ഞാൻ ജയിക്കും എന്നുണ്ടായതിൻ്റെ ഒരു കാര്യം, നമ്മൾ ഓരോ നിയോജക മണ്ഡലങ്ങളിലും, ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള പറച്ചിലല്ല ഞാൻ പറയുന്നത്, മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് സാധാരണ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. ഓരോ നിയോജക മണ്ഡലത്തിലും നമ്മൾ ചെല്ലുമ്പോൾ ഒരുപാട് കാലമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു സത്യമുണ്ട്. അതെൻ്റെ ഒരു കഴിവ് ദൈവം തന്നതായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടേതായിരിക്കാം. ഞങ്ങൾ ഈ സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഒറ്റപ്പാലത്ത് വെച്ച് ജഗദീഷ് എന്ന് പറയുന്ന നടനും ഞാനും പിന്നെ വേറെ ആരോ ഇരിക്കുമ്പോൾ ഒരാൾ നിന്നിട്ട് ഷൂട്ടിംഗ് കാണാമെന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ ജഗദീഷിനോട് പറഞ്ഞു, ജഗദീഷ് അയാൾക്ക് എന്തായിരിക്കും ജോലി? ജഗദീഷ് പറഞ്ഞു, അതെങ്ങനെ അറിയാൻ പറ്റും, ഷൂട്ടിംഗ് കാണാമെന്ന് നിൽക്കുന്ന ആൾ. അപ്പം ചേട്ടനറിയോ? ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് അയാളൊരു കാർപ്പൻ്ററാണ്. അങ്ങനെയൊന്നും പറ്റില്ല, കാരണം നമുക്കറിയാൻ പാടില്ലാത്തൊരു സ്ഥലത്തുള്ള അറിയാത്ത ഒരാളാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അയാളെ പതുക്കെ വിളിച്ചു. ഞങ്ങൾ വിളിച്ചിട്ട് അയാൾ ഞാൻ ചോദിച്ചു ഇന്ന് പണിക്ക് പോയില്ലേ? ഞാൻ പറഞ്ഞു, ഇന്ന് പണിക്ക് പോയില്ല. എന്താ ജോലി? ഞാൻ കാർപ്പൻ്ററാണ്. അപ്പം അത് നമുക്ക് ഇത് കൈരേഖയോ അല്ലെങ്കിൽ മറ്റുള്ള നക്ഷത്രം നോക്കിയിട്ട് പറഞ്ഞതല്ല. അദ്ദേഹത്തിൻ്റെ നിൽപ്പും നോട്ടവും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നി അയാളൊരു കാർപ്പൻ്റർ ജോലിക്കാരനാണ്. ഒരു കാല് നന്നായിട്ട് കുത്തി മറ്റേ കാലിൻ്റെ ഉപ്പിറ്റി കുറച്ച് മുകളിലേക്ക് ആക്കി ഈ ഷൂട്ടിംഗ് കാണുന്നത് അയാൾ ഇങ്ങനെ, നമ്മൾ ഈ മരമൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ അളവ് നോക്കുന്ന പോലെ അയാൾ ഇങ്ങനെ നോക്കും. അതിൽ നിന്നാണ് മനസ്സിലായത് ഇയാൾക്ക് ഇതായിരിക്കും ജോലി. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ഇന്ന് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് മിഷ്യൻ കൊണ്ടാണ് ആൾക്കാർ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ഒടുവിൽ ആ ചോദ്യം അതിനുത്തരം പറയാതെ വിടില്ല. പ്രധാനമന്ത്രിയായാൽ
പാർലമെന്റിൽ ഇന്നച്ചനെ കണ്ട് വംശഹത്യാ വീരൻ എന്നൊക്കെ ശത്രുക്കൾ വിളിക്കുന്ന നരേന്ദ്രമോദി ചിരിച്ചു മരിക്കും എന്നാണ് ചിലരൊക്കെ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് വ്യത്യസ്തമായി മോഡിയെ ഇന്നച്ചൻ അംഗീകരിക്കുമോ? പാർട്ടിയാണെങ്കിലും ചെയ്യേണ്ട കാര്യം നല്ലതിന് നല്ലത് എന്ന് പറയണം. ഇപ്പൊ മോഡി നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലതെന്ന് പറയണം. നമ്മൾ അത് നല്ലതല്ല എന്ന് പറഞ്ഞാൽ മോഡി ഉണ്ടാക്കുന്ന ആ നിയമങ്ങളുടെ കൂടെ നമ്മുടെ ആളുകളും കൂടെ പതുക്കെ ചേരും. അവർ പറയും ഇതെന്തിനാ ഇവരെതിര് നിൽക്കണേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ നല്ലതിന് തന്നെ കൂടെ നിൽക്കണം. നല്ലതല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളതിനെ എതിർക്കണം. അങ്ങനെയൊക്കെ നിന്നില്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഒറ്റ പൈസ ഇങ്ങോട്ട് വരില്ല. അത്യാവശ്യമൊക്കെ മര്യാദക്കാരൊക്കെ ആയിട്ട് നിന്ന് നമ്മൾ അവിടുന്ന് കിട്ടാവുന്ന പണവും കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യണം. അല്ല നമ്മളിത് എതിർത്ത് നടന്നിട്ട് കാര്യമില്ല. നല്ലതല്ലാത്തതിന് നമ്മൾ എതിർക്കണം. അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഈ പറയുന്നത് ഇതാണ് ശരി എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അധികം മിണ്ടണ്ട. ഇനിയും മിണ്ടിയാൽ പിണറായി വിജയൻ വിളിച്ചു വരുത്തി പേടിപ്പിക്കും. ചില പ്രയോഗങ്ങളും നടത്തിയേക്കും. അതുകൊണ്ട് ഒന്നുകൂടി സൂക്ഷിച്ച് സംസാരിച്ചോളൂ. ഇനിയൊരു ഇടവേള. അത് കഴിഞ്ഞ് മോദി കരച്ചിൽ. ആ കാലുകൾ എന്റേതാണ്. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. പിന്നെ ശാനം സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എന്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടി തന്ന എന്റെ ബാലൻ.